ജീവിതം തന്നെ സുവിശേഷമായവന്റെ കഥ ഇങ്ങനെയാണ്. അവൻ ഒരിക്കൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പഴവർഗ്ഗങ്ങളൊക്കെ വിറ്റ് നടക്കുന്ന ചെറിയ പയ്യനെ കാണുന്നുണ്ട്. അവൻ ഇങ്ങനെ തപ്പിത്തടവി പോകുന്നത് നോക്കുമ്പോൾ ഇദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് ആ ബാലന് കണ്ണ് കാണത്തില്ല. ഇങ്ങനെ വലിയ തിരക്കിനിടയിൽ കൂടെ ഈ പയ്യൻ ഈ പഴവർഗ്ഗങ്ങൾ വിൽക്കുകയാണ്. കുറെ തിരക്കുള്ള ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട്. കയറുവാനും ഇറങ്ങുവാനും ഒക്കെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കൂടുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോഴത്തേന് ഈ തിരക്കിനിടയിൽപ്പെട്ട് ഈ ബാലൻ അങ്ങ് വീണു പോവുകയാണ്. അവന്റെ കയ്യിലെ കൂടെയൊക്കെ തെറിച്ചുപോയി. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവൻ ഇങ്ങനെ തപ്പിത്തടവി തന്റെ പഴവർഗ്ഗങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. ഇവൻ ചെന്ന് ആ പയ്യനെ പിടിച്ചെഴുന്നേപ്പിച്ച് അവന്റെ നഷ്ടപ്പെട്ടു പോയ കുറെ പഴങ്ങളൊക്കെ പെറുക്കി ആ കൂടയിലിടുന്നുണ്ട്. അത് കഴിയുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ട ആ പണം കൂടി ആ ബാലന് തിരികെ കൊടുക്കുന്നു ഈ ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരൻ ഈ ബാലനെ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പം ബാലൻ ആ ചെറുപ്പക്കാരന്റെ കൈകളിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യേശു ക്രിസ്തു ആണോ? ആർ യു ജീസസ് ക്രൈസ്റ്റ്? എന്താണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് യേശു ക്രിസ്തു കുഞ്ഞുങ്ങളോടൊക്കെ ഒത്തിരി കരുതലുള്ളവരാണ്, പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്നവരാണ്, അവൻ സാധാരണപ്പെട്ടവരുടെ കൂട്ടുകാരാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതം തന്നെ സുവിശേഷമായി മാറുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും കണ്ടുമുട്ടാറില്ലേ? അതുകൊണ്ടാണ് തിരുവചനത്താളുകളിൽ ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന ലോകമറിയുമെന്ന്. ഇഫ് യു ഹാവ് ലവ് ഫോർ വൺ അനദർ ആൻഡ് എവരിവൺ വിൽ നോ ദാറ്റ് യു ആർ മൈ ഡിസൈപ്പിൾ. ഇതൊരു വലിയ സന്ദേശമാണ്. ജീവിതം തന്നെ സുവിശേഷമായി മാറുക എന്ന് പറയും. ക്രിസ്തുവിന്റെ ആ സ്നേഹം നമുക്കും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.